നേരം പോക്ക്. ഈ ബ എന്ന ശബ്ദം ആരൊക്കെ ചേർന്നതാണ്? മായും പായും ചേർന്നതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ശരിയായ പദമേത്? പ്രദിക്ഷണം, പ്രദിക്ഷണം, പ്രദക്ഷിണം, പ്രദക്ഷിണം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ബിരുദ തലത്തിലുള്ള ഡിഗ്രി ലെവലിലുള്ള ഒരു മലയാളം മാതൃകാ ചോദ്യപേപ്പർ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സമീപകാലത്തെ പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് PSC പരീക്ഷയുടെ സമീപകാലത്തെ ട്രെൻഡ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാതൃകാ ചോദ്യപേപ്പറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് തീർച്ചയായും പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ ആമുഖങ്ങളില്ലാതെ കാര്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ്രുതം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? അതിദ്രുതം, അദ്രുതം, മന്ദം, അമരം. ഇതിലേതാണ് ദ്രുതം എന്ന വാക്കിന്റെ വിപരീതം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉത്തരത്തിലേക്ക് കടക്കാൻ പോകുന്നു. ശരിയായ ഉത്തരം മന്ദം ആണ് കേട്ടോ. മന്ദം എന്നുള്ളതാണ് ദ്രുതത്തിന്റെ വിപരീതം. അപ്പൊ മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതുപോലെ ദ്രുതം എന്ന വാക്കിന് എന്താണ് അർത്ഥം? പെട്ടെന്ന് എന്നാണ് അർത്ഥം. അതുകൊണ്ട് എന്താണ് മന്ദം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഏതൊക്കെ വരാം? ദ്രുതം എന്ന വാക്കും വരാം, അതുപോലെ തന്നെ ഏതും വരാം, അതുപോലെ തന്നെ ശീഘ്രം എന്ന വാക്കും വരാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ദ്രുതം എന്ന് പറഞ്ഞാലും ശീഘ്രം എന്ന് പറഞ്ഞാലും പെട്ടെന്ന് എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ അമരം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? അണിയം എന്നാണ്. അണിയം. പിന്നെ അദ്രുതം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. അതിദ്രുതം എന്ന് പറഞ്ഞാൽ അത് ദ്രുതത്തിന്റെ വിപരീതമാവില്ല. പിന്നെയോ ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അതിദ്രുതം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അപ്പൊ അത് വിപരീതമാകുന്നില്ല. കിട്ടിയല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിപരീത പദങ്ങൾ കൂടി പഠിക്കണേ. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ദ്രുതത്തിന്റെ വിപരീതമായിട്ട് ഏതൊക്കെ വരാം? മന്ദവും ശീഘ്രവും വരാം. അണിമ എന്ന വാക്കിന്റെ വിപരീതമാണ് ഗരിമ. ദൗർബല്യം എന്ന വാക്കിന്റെ വിപരീതമാണ് പ്രാബല്യം. തിക്തം, കയ്പ് എന്നർത്ഥം വരുന്ന വാക്ക് തിക്തമാണ്. അതിന്റെ വിപരീതമാണ് എന്ത്? മധുരം. കിട്ടിയല്ലോ. ഇതൊക്കെ തന്നെയും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വിപരീത പദങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, മറ്റൊരു ആവർത്തന ചോദ്യമാണ് കേട്ടോ. നെന്മണി എന്ന പദം പിരിച്ചെഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നെല്ല് അധികം മണി, നെല് അധികം മണി, നെന് അധികം മണി, നെൾ അധികം മണി. ഇതിലേതാണ് ശരിയായ പദം പിരിവ്? നെൽമണി. നെന്മണി എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെല് അധികം മണിയാണ് എന്താകുന്നത്? നെന്മണിയാകുന്നത് കേട്ടോ. അതിനേക്കാൾ കൃത്യമായ പദം പിരിവ് നെൽ അധികം മണിയാണ്. ഇതാണ് ഒന്നുകൂടി ശരിയായ പദം പിരിവ്. പിന്നെ നമ്മളിവിടെ ഓപ്ഷനിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഏതിലേക്ക് പോയത്? ഓപ്ഷൻ ബിയിലേക്ക് പോയത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ, മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ് വേണ്ടത്, മോസ്റ്റ് കറക്റ്റ് ആൻസർ അല്ല. അപ്പൊ ഈ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ഏത് രീതിയിലേക്ക് മാറ്റുന്നത്? സന്ധി ഏത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എന്ന ചില്ലക്ഷരം ലാ എഴുതി സമൃദ്ധോകാരം അഥവാ ചന്ദ്രക്കല ഇടുന്നതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നെന്മണിയെ അല്ലെങ്കിൽ നെല് അധികം മണിയെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതും. എന്നിട്ട് ചേർത്ത് എഴുതുമ്പോ നെന് മണി എന്നാകും. ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഇങ്ങനെ എഴുതിയാലാണ് മാറ്റം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനാകുക. നോക്കിക്കേ, ലാ എന്ന ശബ്ദം പോയി നാ എന്ന ശബ്ദം വന്നിരിക്കുന്നു. ഏത് സന്ധിയാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. കിട്ടിയല്ലോ. ഇതുപോലെ ചില ഉദാഹരണം നോക്കിക്കേ. നന്മുത്ത് എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? നൽ അധികം മുത്താണ്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ ലാ എന്ന ശബ്ദം മാറി നാ എന്ന ശബ്ദം വന്നതുകൊണ്ട് ആദേശ സന്ധിയാണ്. നെടുങ്കോട്ട എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? നെടും അധികം കോട്ടയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നേ? ങ എന്ന ശബ്ദം, ഗ എന്നുള്ളത് ആരൊക്കെ ചേർന്നതാണ്? ങായും കായും ചേരുന്നതാണ് ങ എന്ന ശബ്ദം. അതായത് നെടും അധികം കോട്ട എന്ന വാക്കിനെ പിരിച്ചെഴുതുമ്പോ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ങ എന്ന ശബ്ദം ങായും കായും ചേർന്നതാണ് എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം:
സന്ധി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? നെടു എന്ന ശബ്ദം ദാ ഇവിടെയുണ്ട്, കോട്ട എന്ന ശബ്ദവും ഇവിടെയുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? അം എന്ന അനുസ്വാരം പോയിട്ട് ങ എന്ന ശബ്ദം ആഗമിച്ചിരിക്കുന്നു. ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നാൽ അതെന്താണ്? ആദേശ സന്ധിയാണ്. അതുപോലെ തന്നെയാണ് ഏതും നേരം പോക്ക് എന്ന വാക്ക്. നോക്കിക്കേ, നേരം പോക്ക് എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതിയിരിക്കുന്നേ? നേരം അധികം പോക്ക്. നേരം പോക്ക്. ഈ ബ എന്ന ശബ്ദം ആരൊക്കെ ചേർന്നതാണ്? മായും പായും ചേർന്നതാണ്. അപ്പൊ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നേരമ പോക്ക്. രണ്ടും ഒന്ന് തന്നെയല്ലേ? ബ എന്ന ശബ്ദത്തെ താഴെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. നേര എന്ന ശബ്ദം ഇവിടെയുണ്ട്, പോക്ക് എന്ന ശബ്ദം ഇവിടെയുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? അം എന്ന അനുസ്വാരം പോയിട്ട് മാ എന്ന ശബ്ദം ആഗമിച്ചിരിക്കുന്നു. ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നതിനാൽ ഇത് എന്തിന് ഉദാഹരണമാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ്? രുധിരം, വൈരി, വൈഖരി, മഖം. ഇതിലേതാണ് ശത്രു എന്ന പദത്തിന്റെ പര്യായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ദാ വൈരി എന്നുള്ളതാണ് ശരിയായ പര്യായ പദം. ഏത് വാക്കിന്റെ? ശത്രു എന്ന വാക്കിന്റെ. അപ്പൊ ശത്രു എന്നർത്ഥം വരുന്ന മറ്റൊരു വാക്ക് കിട്ടിയേ, വൈരി എന്നുള്ളതാണ്. വൈരം എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ട്, വൈരക്കല്ല് എന്നുള്ള അർത്ഥത്തിലല്ല, വൈരാഗ്യം എന്നുള്ള അർത്ഥത്തിൽ വൈരം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വൈരത്തോട് കൂടിയവനാണ് ആര്? വൈരി. കേട്ടല്ലോ. അപ്പോ ശത്രുവിന്റെ മറ്റു പര്യായ പദങ്ങളോ? വൈരി, രിപു, അരി. അരി കേട്ടോ, അരി എന്ന വാക്ക് ശത്രു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചോറ് എന്നുള്ള നിലയിലായിരിക്കും കൂടുതൽ പരിചയം. അരി എന്ന വാക്കിന് ശത്രു എന്നൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ. അരാതി, പ്രത്യർത്ഥി, സപത്നൻ ഇതൊക്കെ ആരുടെ പര്യായമാണ്? ശത്രുവിന്റെ പര്യായ പദങ്ങളാണ്. അതുപോലെ ഓപ്ഷനിൽ രുധിരം ഉണ്ടായിരുന്നു അല്ലെ? രുധിരം എന്താണ്? രക്തത്തിന്റെ പര്യായ പദമാണ് കേട്ടോ. രുധിരം, ശോണിതം, നിണം, ലോഹിതം, രോഹിതം ഇതെല്ലാം തന്നെ എന്താണ്? രക്തത്തിന്റെ പര്യായ പദമാണ്. അതുപോലെ മറ്റൊരു വാക്കുണ്ടായിരുന്നത് വൈഖരിയാണ്. എന്താണ് വൈഖരി? വാക്ക് എന്നർത്ഥം വരുന്ന വാക്കാണ് വൈഖരി. അതുകൂടാതെ ഉക്തി, ഗീര്, വചസ്, വാണി, വചനം, മൊഴി, ഭാഷിതം ഇതെല്ലാം തന്നെ എന്തിന്റെ പര്യായ പദങ്ങളാണ്? വാക്കിന്റെ പര്യായ പദങ്ങളാണ്. പിന്നെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാക്ക് മഖമാണ്. മഖം, മുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഫേസിന്റെ പര്യായ പദമാണ് ഇത് മഖം. മഖം എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗം അല്ലെങ്കിൽ യജ്ഞം എന്നർത്ഥം വരുന്ന വാക്കാണ് മഖം. അധ്വരം, ക്രതു, സവം, ഇഷ്ടി, യജനം ഇതൊക്കെ തന്നെയും യാഗത്തിന്റെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ശരിയായ പദമേത്? പ്രദിക്ഷണം, പ്രദിക്ഷണം, പ്രദക്ഷിണം, പ്രദക്ഷിണം ഏതാണ് ശരിയായ വാക്ക്? കിട്ടിയോ? അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം ഇതിലേതാണെന്നാണ് ചോദ്യം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശരിയായ ഉത്തരം പ്രദക്ഷിണം. ഇതാണ് ശരിയായ പദം. വലം വയ്ക്കുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രദക്ഷിണം. അതുകൂടാതെ പ്രദിക്ഷണം എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. പ്രദിക്ഷണം. ക്ഷണം എന്ന് പറഞ്ഞാൽ നിമിഷം. പ്രദിക്ഷണം എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഓരോ നിമിഷവും എന്നാണ് പ്രയോഗത്തിന് അർത്ഥം. അപ്പൊ ഇങ്ങനൊരു വാക്കില്ല എന്ന് ധരിക്കരുതേ. പ്രദക്ഷിണം എന്ന് പറഞ്ഞാല് നമുക്കറിയാം വലം വയ്ക്കലാണ്. പ്രദിക്ഷണം എന്ന് പറഞ്ഞാലോ ഓരോ നിമിഷവും എന്നാണ് പ്രയോഗത്തിന് അർത്ഥം. തെറ്റിക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ ബഹുഭാര്യാത്വം എന്നൊരു വാക്ക് മലയാളത്തിലില്ല. അവിടെ ദീർഘത്തിന്റെ ആവശ്യം ഇല്ല. എന്തു മതി? ബഹുഭാര്യത്വം. അതാണ് ശരിയായ പ്രയോഗം. അതുപോലെ ഭഗവത്ഗീത പിരിച്ചെഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഭഗവത്ത് അധികം ഗീത. ചേർത്തെഴുതുമ്പോ എന്ത് വരും? ഭഗവത്ഗീത എന്ന് വരും കേട്ടോ. ഇതിന്റെ നിയമം നമുക്കറിയാവുന്നതാണല്ലോ. എന്താണ് ആ നിയമം? പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം ചേർത്തെഴുത്തിൽ എന്തായി മാറും?
മൃദുവായി മാറും എന്ന നിയമം നമുക്കറിയാവുന്നതാണ്. ഉദ്ഘാടനം ഇതുപോലെ തന്നെയല്ലേ സംഭവിക്കുന്നേ? പദം പിരിച്ചെഴുതുമ്പോ ഉത് അധികം ഘാടനമാണ്. ചേർത്തെഴുതുമ്പോഴാണ് പൂർവപദത്തിന്റെ ഒടുവിലുള്ള താ എന്ന ശബ്ദം എന്തായി മാറുന്നത്? മൃദുവായി മാറുന്നത് അല്ലെ? ഉദ്ഘാടനം ആയിട്ട് മാറുന്നു. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. താ പോയി ദാ വന്നത് കൊണ്ട് ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശൈലിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കൈ കൊടുക്കുക, ദാനം ചെയ്യുക, പരീക്ഷിക്കുക, കലാശം ചവിട്ടുക. ഒരു കൈ നോക്കാം, നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്നാണ് ശൈലിയുടെ അർത്ഥം അല്ലെ? അപ്പൊ ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പരീക്ഷിക്കുക എന്നാണ്. ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ചില ശൈലികൾ നോക്കിക്കേ. കൈ കടത്തുക അല്ലെ? കൈ കടത്തുക എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് ഇടപെടുക, അവകാശമില്ലാത്തിടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്നതിനെയാണ് കൈകടത്തൽ എന്ന് പറയുന്നത്. അതൊരിക്കലും നല്ല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതല്ല, മോശപ്പെട്ട അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ്. അതുപോലെ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ ഒഴിയുക എന്നാണ്. അതിൽ നിന്നും തടി തപ്പുക എന്ന് പറയുമല്ലോ, ആ അർത്ഥത്തിലാണ് കൈ കഴുകുക എന്ന ശൈലി പ്രയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന ശൈലിക്ക് ഉദാഹരണം കൂടിയാണ് കൈ കഴുകൽ കേട്ടോ. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഫ്രം ദി ചാർജസ് ഓഫ് ബ്രൈബറി. ഫ്രം ദി ചാർജസ് ഓഫ് ബ്രൈബറി ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ബ്രൈബറി എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് അല്ലെ? ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? നമ്മുടെ ശൈലി വന്നിട്ടുണ്ട്. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ്. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവൻ അതിൽ നിന്നും തടി തപ്പി രക്ഷപ്പെട്ടു. എന്തിൽ നിന്നാ? ഫ്രം ദി ചാർജസ് ഓഫ് ബ്രൈബറി. കൈക്കൂലി കേസിൽ നിന്നും അവൻ തടി തപ്പി എന്നുള്ള അർത്ഥത്തിലാണ് ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഫ്രം ദി ചാർജസ് ഓഫ് ബ്രൈബറി എന്ന് പ്രയോഗിക്കുന്നത്. കൈകടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പശ്ചാത്തപിക്കലാണ് കേട്ടോ. പശ്ചാത്താപം ഇത് പദശുദ്ധിയിലും ചോദിക്കാറുള്ളതാണ്. പശ്ചാത്താപം എന്ന വാക്ക് എങ്ങനെയാ എഴുതേണ്ടത്? ശായും ചായുമാണ് കേട്ടോ. പശ്ചാത്താപം. അതുപോലെ പ്രായശ്ചിത്തം. ഇവിടങ്ങളിലൊക്കെ ഇതാ ഇങ്ങനെയും എഴുതാവുന്നതാണ് കേട്ടോ. ശായും ചായും ചേർന്നത് അല്ലെ? ഇങ്ങനെ എഴുതാവുന്നതാണ്. ഞാനിപ്പോ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ പ്രായശ്ചിത്തം എന്ന് എഴുതുമ്പോഴും പശ്ചാത്താപം എന്ന് എഴുതുമ്പോഴും ശായും ചായുമാണ് ചേരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ടു നിപ്പ് ഇൻ ദി ബഡ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വളർത്തിയെടുക്കുക, മുളയിലേ നുള്ളുക, മനസ്സിലാക്കുക, കൊയ്തെടുക്കുക. ഇതിൽ ഏതർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ടു നിപ്പ് ഇൻ ദി ബഡ്? കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മുളയിലെ നുള്ളുക. ബഡ് എന്ന് പറഞ്ഞാൽ മുളയാണ്. മുള എന്ന് പറഞ്ഞാൽ ബാമ്പു അല്ല കേട്ടോ. ആദ്യം വരുന്ന പുതുനാമ്പിനെയാണ് പറയുന്നത് മുള അല്ലെ? മുള പൊട്ടുക എന്ന് പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ ടു നിപ്പ് ഇൻ ദി ബഡ് എന്ന് പറഞ്ഞാൽ മുളയിലെ നുള്ളുക. ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ആരംഭത്തിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന മലയാള ശൈലിയാണ് മുളയിലെ നുള്ളുക. ഇതേ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് ശൈലിയാണ് ടു നിപ്പ് ഇൻ ദി ബഡ്. കിട്ടിയല്ലോ. സമാന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ശൈലികൾ നോക്കാം, അല്ലെങ്കിൽ പ്രയോഗങ്ങൾ നോക്കാം. ഇവോൾവ്. ഇവോൾവ്. റിവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലം വയ്ക്കലാണ്. ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണമിക്കുക അല്ലെങ്കിൽ രൂപപ്പെടുക എന്നാണ് പദത്തിന്റെ അർത്ഥം. അതുപോലെ സ്മെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക എന്നാണ് കേട്ടോ. സ്മെൽ ഔട്ട്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുക എന്നല്ല. ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക, ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്മെൽ ഔട്ട് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. അതുപോലെ വൺസ് ആൻഡ് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നേക്കും എന്നുള്ള അർത്ഥത്തിലാണ് വൺസ് ആൻഡ് ഫോർ ഓൾ എന്നത് പ്രയോഗിക്കുന്നത്. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർപ്പ് വരുത്താത്ത കാര്യം. ഇപ്പോഴും അതിനെ കുറിച്ച് ഒരു പൂർണ്ണത നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്.
കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിലാസിനി, വിദുഷി, വിദ്യാനി, വിനീത. വിദ്വാൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം കിട്ടിയോ? വിദ്വാന്റെ സ്ത്രീലിംഗ പദം വിദുഷിയാണ്. വിദുഷി ശരിയായ പ്രയോഗമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില എതിർലിംഗ പദങ്ങൾ നോക്കിക്കേ. നമ്പ്യാർ എന്ന വാക്കിന്റെ എതിർലിംഗ പദം എന്താണ്? നങ്ങ്യാരാണ്. നമ്പൂതിരി അന്തർജനമാണ്. ചാക്യാർ ഇല്ലൊടമ്മയാണ്. മാടമ്പി കെട്ടിലമ്മയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് കവി എന്ന വാക്കിന്റെ എതിർലിംഗ പദം കവയിത്രി എന്നുള്ളതാണ്. എതിർലിംഗ പദത്തിൽ ചോദിച്ചിട്ടുണ്ട്, പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ രണ്ടക്ഷരത്തിന് മാത്രമാണ് ഇകാരം അല്ലെങ്കിൽ വള്ളിയുള്ളത് എന്ന കാര്യം ഓർത്തു വെക്കണം. മിക്കവാറും തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. അന്യദേശത്തുള്ളവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എഴുതുക. അനന്യൻ, അന്യൻ, ദേശികൻ, പരദേശി. കിട്ടിയോ? അന്യദേശത്തുള്ളവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ദാ നോക്കിക്കേ, പരദേശി. പരദേശിയാണ് ശരിയായ ഉത്തരം. അന്യദേശത്തുള്ളവൻ ആരാണ്? പരദേശിയാണ്. അപ്പൊ ഈ ദേശത്തുള്ളവൻ എന്ത് വിളിക്കാം? സ്വദേശി എന്ന് വിളിക്കാം കേട്ടോ. സ്വദേശി. സ്വദേശി എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? പരദേശി എന്ന വാക്ക് ഉപയോഗിക്കാം. കിട്ടിയല്ലോ. ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം നോക്കിക്കേ. അനന്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ, അതായത് വ്യത്യസ്തൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് അനന്യൻ. അന്യാദൃശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്യാദൃശമായ കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി എന്ന് പറയാറുണ്ട്. അന്യരിൽ അഥവാ മറ്റുള്ളവരിൽ കാണാനാവാത്ത കഴിവുകൾക്ക് ഉടമയായവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണെന്ത്? അന്യാദൃശൻ. അന്യൻ എന്ന് പറഞ്ഞാലോ മറ്റൊരുവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ദേശികൻ ആരാണ്? മാർഗദർശി, ഗുരു, ആധ്യാത്മികാചാര്യൻ, അധ്യാപകൻ, സഞ്ചാരി തുടങ്ങിയ അർത്ഥങ്ങളിലൊക്കെ പ്രയോഗിക്കുന്ന വാക്ക് ദേശികനാണ്. അതുപോലെ നോക്കിക്കേ, ആ വള്ളി മാറ്റിയാൽ ദേശകൻ എന്നാക്കിയാൽ വഴി കാണിച്ചു കൊടുക്കുന്നവൻ എന്നർത്ഥമുണ്ട്, ഭരണാധികാരി എന്നർത്ഥമുണ്ട്, കാണിച്ചു കൊടുക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അധ്യാപകൻ എന്ന അർത്ഥത്തിലും ദേശകൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നു. ദേശികൻ എന്ന് പറയുമ്പോഴും അവിടെ ഏതർത്ഥം വരുന്നുണ്ട്? അധ്യാപകൻ എന്ന അർത്ഥം വരുന്നുണ്ട്. ഇനി വാക്ക് മാറ്റി ദൈശികൻ എന്നാക്കിയാലോ? തദ്ദേശവാസി, മാർഗദർശി, അതുപോലെ ഗുരു എന്നൊക്കെ അർത്ഥം വരുന്ന വാക്ക് ദൈശികനാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ദേശികൻ എന്ന് പറയുമ്പോഴും ദേശകൻ എന്ന് പറയുമ്പോഴും ദൈശികൻ എന്ന് പറയുമ്പോഴും അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എന്ന അർത്ഥം കടന്നു വരുന്നുണ്ട്. ദൂഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുഷ്ടനാണ് കേട്ടോ. ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദൂഷകൻ. പരദൂഷണം നമുക്കറിയാം അല്ലെ, മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുന്നതിനെയാണ് പരദൂഷണം എന്ന് പറയുന്നത്. അങ്ങനെ ദോഷം പറയുന്നവനെയാണ് ദൂഷകൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ തോഷകൻ ആരാണ്? സന്തോഷിപ്പിക്കുന്നവനാണ് കേട്ടോ. സന്തോഷം അല്ലെ, സന്തോഷം. തോഷം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഖേദം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. തോഷം വിപരീതം ഖേദം. മോദവും ഉപയോഗിക്കാം കേട്ടോ. മോദം, മോദം എന്ന് പറഞ്ഞാലും തോഷം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സന്തോഷം എന്ന് തന്നെയാണ് പ്രയോഗത്തിന്റെ അർത്ഥം. രണ്ടിന്റെയും വിപരീതമായിട്ട് ഈ പറഞ്ഞതുപോലെ ഏത് വാക്ക് ഉപയോഗിക്കാം? ഖേദം എന്ന വാക്ക് ഉപയോഗിക്കാം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ഖേദനം, കേദനം, കേസരി, കേസരൻ. ഇതിൽ ഏതു പദത്തിനാണ് കൊടിക്കൂറ എന്ന അർത്ഥമുള്ളത്? ഉത്തരം കിട്ടിയോ? ഉത്തരം ഇതാണ്, കേതനം കേട്ടോ. കേതനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൊടിക്കൂറ അല്ലെങ്കിൽ പതാക എന്നാണ് പ്രയോഗത്തിന് അർത്ഥം. നോക്കാം. ഖേദനം, ഖേദം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഖേദത്തെ കുറിച്ച്. ഖേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദുഃഖം എന്നാണ്. വ്യസനം, വിഷാദം, വ്യഥ ഇതൊക്കെ ഖേദം അല്ലെങ്കിൽ ഖേദനത്തിന്റെ പര്യായ പദമാണ്. ഇനി പൂർവപദത്തിന്റെ തുടക്കത്തിലുള്ള അധികരവർണം ഖരവർണമാക്കിയിട്ട് മൃദുവിനെ ഖരവർണമാക്കിയാൽ കേതനം അത് എന്തായി മാറുന്നു?
കൊടി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കായിട്ട് മാറുന്നു. ഫ്ലാഗ് ആണ് കേട്ടോ കേതനം. അതുപോലെ വൈജയന്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പദമാണ്. സമാന പദം എഴുതുക. വൈജയന്തി എന്താണ്? കൊടിക്കൂറ അല്ലെങ്കിൽ പതാക എന്നർത്ഥം വരുന്ന പദമാണ്. കേസരി ആരാണ്? സിംഹത്തിന്റെ പര്യായ പദമാണ് കേട്ടോ. സിംഹം, ഹരി, മൃഗേന്ദ്രൻ, കണ്ഠീരവൻ ഇതൊക്കെ ആരാണ്? സിംഹം തന്നെയാണ്. കേസരം എന്ന് പറഞ്ഞാൽ എന്താണ്? താമരയല്ലിയാണ്. കേസർ ബദാം എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. ബദാമിൽ ഈ പറയുന്നത് പോലെ താമരയല്ലി അടർത്തി ഇടുന്നതിനെയാണ് കേസർ ബദാം എന്ന് വിളിക്കുന്നത്. അപ്പൊ കേസരം എന്ന് പറഞ്ഞാൽ താമരയല്ലിയാണ് എന്ന കാര്യം മറക്കരുത്. അടുത്ത ചോദ്യം ഇതാണ്. അർജുന നൃത്തത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അർജുന നൃത്തവുമായി ബന്ധപ്പെട്ട് 1. ഭഗവതി ക്ഷേത്രങ്ങളിൽ പുരുഷ കലാകാരന്മാർ ചെയ്യുന്ന അനുഷ്ഠാന കലാരൂപമാണ് അർജുന നൃത്തം. 2. ആയോധന വിദ്യയിൽ എന്ന പോലെ നൃത്ത സംഗീതാദി കലകളിലും നിപുണനായ അർജുനൻ ഭദ്രകാളി പ്രീതിക്കായി നടത്തിയ നൃത്തമാണ് അർജുന നൃത്തം എന്നാണ് വിശ്വാസം. 3ാമത്തെ പ്രസ്താവന മയിൽപീലി കൊണ്ട് അലങ്കരിച്ച വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് മയിൽപീലി നൃത്തം എന്നും അർജുന നൃത്തത്തെ വിളിക്കാറുണ്ട്. 4. ചെണ്ട, മദ്ദളം, താളച്ചണ്ട, ഇലത്താളം എന്നിവയാണ് അകമ്പടിയായി ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. ഇതിലേതാണ് ശരിയായ ഉത്തരം? കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും അർജുന നൃത്തത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. 48ാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് നേടിയത് ഇവരിൽ ആരാണ്? 48ാമത് എന്നാണ് ചോദ്യം. എസ് ഹരീഷ്, ശ്രീകുമാരൻ തമ്പി, അശോകൻ ചെരുവിൽ, ബെന്യാമിൻ. ആരാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ 4 പേരും എന്ത് നേടിയവരാണ്? വയലാർ അവാർഡ് നേടിയവരാണ് എന്നറിഞ്ഞിരിക്കുക. 48ാമത് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലെ വയലാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ആരാണ്? അശോകൻ ചെരുവിലാണ് കേട്ടോ. അശോകൻ ചെരുവിലാണ് ഏറ്റവും ഒടുവിൽ എന്ത് കിട്ടിയിട്ടുള്ളത്? വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. നോക്കിക്കേ, 2021 കണ്ടോ, ഞാൻ പറയാറുണ്ട് മോസ്റ്റ് റീസെന്റ് 4 years, അവസാന 4 വർഷമാണ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചില പരീക്ഷകൾ, ഈ സമീപകാലത്ത് നടന്ന ചില പരീക്ഷകളിലൊന്നും പുരസ്കാരങ്ങളിൽ നിന്നുള്ള ചോദ്യം വന്നു കണ്ടിട്ടുമില്ല. ഏതായാലും വയലാർ അവാർഡ് ഒന്ന് പരിഗണിച്ചേക്കാം. 2021 ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2022 എസ് ഹരീഷിന്റെ വിവാദ നോവലായ മീശ എന്ന നോവലിന് പുരസ്കാരം ലഭിച്ചു. 2023 47ാമത് വയലാർ അവാർഡ് ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഏറ്റവും ഒടുവിൽ 2024 വയലാർ അവാർഡ് നേടിയത് ആരാണ്? അശോകൻ ചെരുവിലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. ഇറാനിമോസ്, പീലിപ്പോസ്, ഉണ്ണിച്ചക്കൻ, വാവച്ചൻ എന്നിവ ഇടതുവശത്തും മീര, അടിയാളപ്രേതം, അടി, കരിക്കോട്ടക്കരി, പുറ്റ എന്നിവ വലതുവശത്തും നൽകിയിരിക്കുന്നു. അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്തേ. ഇറാനിമോസ് ഇതിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അതുപോലെ പീലിപ്പോസ്, ഉണ്ണിച്ചക്കൻ, വാവച്ചൻ എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലാണ് കാണാനാകുക എന്നുള്ളതാണ് ചോദ്യം. കിട്ടിയോ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് ഇറാനിമോസ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കരിക്കോട്ടക്കരിയാണ് കേട്ടോ. കരിക്കോട്ടക്കരിയിലെ കഥാപാത്രമാണ്. പീലിപ്പോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടി എന്ന നോവലിലാണ്. ഉണ്ണിച്ചക്കനെ കാണാനാകുക അടിയാളപ്രേതത്തിലാണ് കേട്ടോ. അടിയാളപ്രേതത്തിലാണ്. വാവച്ചനെ കാണുന്നതോ മീശ എന്ന നോവലിലാണ് വാവച്ചൻ എന്ന കഥാപാത്രത്തെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പുറ്റ, വിനയ് തോമസിന്റെ തന്നെ ഒരു നോവലാണ് പുറ്റ എന്നുള്ളത് ഇവിടെ എക്സ്ട്രാ കയറി വന്നിട്ടുള്ളതാണ്. നോക്കാം, നമുക്ക് ഈ പറയുന്ന നോവലുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എസ് ഹരീഷിന്റെ മീശയിലേക്ക് വരുമ്പോൾ വടക്കൻ കുട്ടനാടാണ് മീശ എന്ന നോവലിന്റെ പ്രധാന പശ്ചാത്തല ഭൂമിക.
അതായത് വൈക്കം, ഐമനം, ആർപ്പൂക്കര, കൈപ്പൂഴ, നീണ്ടൂര്, കുമരകം, തിരുവാർപ്പ്, ഒളശ, പരിപ്പ്, കുറിച്ചി എന്നീ പ്രദേശങ്ങളും അവയുടെ ഉൾപ്രദേശങ്ങളുമാണ് മീശ എന്ന നോവലിലെ ദേശം എന്ന് പറയുന്നത്. അതുപോലെ ശ്രീനാരായണ ഗുരു, ഹെൻറി സായിപ്പ്, ബേക്കർ സായിപ്പ്, സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ തുടങ്ങിയവരെ കുറിച്ചും പാട്ടബാക്കി എന്ന നാടകത്തെ കുറിച്ചും കൊല്ലവർഷം 1099 മഹാമാരി എന്നിവയെ കുറിച്ചും നോവലിൽ പരാമർശമുള്ളത് കൊണ്ട് നോവലിലെ കാലം 19-ാം നൂറ്റാണ്ടോ 20-ാം നൂറ്റാണ്ടോ ആയിരിക്കാം എന്ന് പറയപ്പെടുന്നു. അതുപോലെ കഥാപാത്രങ്ങളിലേക്ക് വന്നാല് മീശ എന്ന പേരിൽ തന്നെ പിന്നീട് അറിയപ്പെടുന്ന വാവച്ചൻ, കേട്ടോ, വാവച്ചൻ വളരെ വളരെ പ്രധാനപ്പെട്ടത്. വാവച്ചൻ എന്ന കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മീശ എന്ന നോവലിലാണ്. വാവച്ചൻ, കേട്ടോ, ഇനി മറക്കരുതേ, ചേരുംപടി ചേർക്കയിൽ വാവച്ചൻ കണ്ടാൽ നേരെ എങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം? മീശ എന്ന നോവലിലേക്ക് അടയാളപ്പെടുത്താം. ആ പ്രദേശത്ത് കുടിയാൻ എന്ന നാടകം അവതരിപ്പിക്കാൻ എത്തുന്ന എഴുത്തച്ഛനും സുഹൃത്ത് ദാമോദരനും നാടകത്തിലെ മീശയുള്ള പോലീസുകാരന്റെ വേഷം അഭിനയിക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കവേ കരിപോലെ കറുത്ത വാവച്ചനെ കാണുന്നു. നാടകത്തിലെ മീശയെ സൃഷ്ടിച്ച എഴുത്തച്ഛനും സുഹൃത്ത് ദാമോദരനും മീശയെ പോലെ നാടകത്തിലെ വേഷം അഴിച്ചു വയ്ക്കാത്ത കൃഷ്ണൻ തട്ടാനും മീശക്കെതിരെ പരാതി എഴുതി തയ്യാറാക്കുന്ന പ്രവൃത്തിയാർ ശങ്കുണ്ണി മേനോനും സഹായി ചിതൽപുറ്റും തഹസിൽദാർ സുബ്രഹ്മണ്യ അയ്യരും പേഷ്കാർ സഹസ്രനാം അയ്യരും ജാതി വ്യവസ്ഥയുടെ നീചത്വം മുഴുവൻ പ്രകടിപ്പിക്കുന്ന കേശവ പിള്ളയും കുഞ്ഞച്ചനും പുളിങ്ങയിൽ മത്തയും പോത്തൻ മാപ്പിളയും അവരെയൊക്കെ പിന്താങ്ങുന്ന തടത്തിമാക്കലച്ഛനും തുടങ്ങി ചിരിയും ചിന്തയും നിറയ്ക്കുന്ന കഥാപാത്രങ്ങളെ നല്ല കൈവിരുതോടെ അവതരിപ്പിച്ചിട്ടുള്ള നോവൽ കൂടിയാണ് ഏത്? എസ് ഹരീഷിന്റെ മീശ. ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് വന്നാലോ, PF മാത്യൂസിന്റെ അടിയാളപ്രേതം ഉപേക്ഷിക്കപ്പെട്ട നിധിയുടെ പരമരഹസ്യം കാത്തു സൂക്ഷിക്കാൻ നിയോഗിതനായ പറങ്കി മേലാളനാണ് അടിയാളപ്രേതമായിട്ട് വരുന്നത്. മേലാളനാൽ നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ട കാപ്പിരി മുത്തപ്പൻ. അടിയാളപ്രേതത്തിന്റെ തലമുറകളിലൂടെയുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഉണ്ണിച്ചക്കൻ എന്ന സബ് ഇൻസ്പെക്ടർ വരുന്നതോടെയാണ് അടിയാളപ്രേതം എന്ന നോവൽ ആരംഭിക്കുന്നത്. ഇങ്ങനെ ചാർജ് എടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെയൊക്കെ ചുറ്റി നടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാം. മുത്തപ്പനെ പ്രീതിപ്പെടുത്തി നിധി കൈവശപ്പെടുത്തുവാൻ പുതിയ കാലത്ത് കാപ്പിരി സേവ ചെയ്യുന്നത് ലത്തീൻ കാത്തോലിക്കനായ അമ്പച്ചി മാപ്പിളയും അയാളുടെ അടിമയായ കുഞ്ഞിമാക്കോതയുമാണ്. ചരിത്രവും മിത്തുകളും ഇടകലർത്തി അനായാസകരമായിട്ടാണ് എഴുത്തുകാരൻ കഥ പറയുന്നത്. അപസർപ്പക കഥയായും അന്വേഷണ കഥയായും നോവൽ മാറുന്നു. അതുപോലെ അടി എന്ന നോവൽ വി ഷിൻലാലിന്റെയാണ് കേട്ടോ. 3 ഭാഗങ്ങളിലായി 22 അധ്യായങ്ങളായി അടുക്കി കൂട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തെ കൃത്യമായ കാലക്രമമുള്ള ഒരു നോവൽ എന്ന് വിളിക്കാൻ പ്രയാസമാണ്. കഥകളും ഉപകഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളായ കഥാപാത്രങ്ങളും ഒക്കെയായി ഒരു ചെറിയ നെടുമങ്ങാടൻ മഹാഭാരതത്തെ പരിഹസിച്ചുകൊണ്ടാണ് നോവലിൽ തന്നെ ഇങ്ങനൊരു പ്രമേയം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മഹാഭാരതം എന്ന് വിളിക്കാവുന്ന ഒരു പുസ്തകമാണ് ഇതത്രേ. ആദ്യ അധ്യായമായ പെലപ്പോലീസിൽ പറയുന്നത് പോലെ പോലീസ് എസ് ഐ ആയ ഇ ഫിലിപ്സിന്റെ ജീവചരിത്രമാണ് അടി എന്ന നോവലിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നെ വിനയ് തോമസിന്റെ കരിക്കോട്ടക്കരി, പുലയരുടെ കാനാൻ ദേശം എന്ന് വിളിക്കപ്പെടുന്ന കരിക്കോട്ടക്കരിയെ പറ്റിയുള്ള ഈ നോവൽ ഖർ വാപ്പസിയുടെ കാലത്ത് ഏറെ പ്രസക്തമാകുന്നുണ്ട്. 42കാരൻ ഇറാനിമോസ് ഫിലിപ്പോസ് തന്റെ ചരിത്രം എഴുതുന്നിടത്തു നിന്ന് കരിക്കോട്ടക്കരിയുടെ ചരിത്രം ആരംഭിക്കുന്നു. കരിക്കോട്ടക്കരി എന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് അടുത്താണ്. ആദിവാസി സമൂഹത്തിൽപ്പെട്ട പണിയറായിരുന്നു ഈ പ്രദേശത്തെ ആദ്യകാല താമസക്കാർ എന്ന് ചരിത്രം പറയുന്നു. പണിയർ മലബാർ ജന്മികൾക്ക് വേണ്ടി കരിക്കോട്ടക്കരി വനത്തെ വെട്ടിത്തെളിച്ചു. നോവലിൽ അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ എന്നിവരെ പറ്റിയുള്ള പരാമർശവും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏതാണ്? വിനയ് തോമസിന്റെ പുറ്റ എന്ന നോവലിലേക്ക് വന്നാൽ
ഒരു പുറ്റിന്റെ ഉടൽ വഴികൾ പോലെ പരസ്പരം പിണഞ്ഞും പിണങ്ങിയും കൂടിക്കുഴഞ്ഞ് പടർന്നു കിടക്കുന്ന മനുഷ്യ ജീവിതങ്ങളുടെ കഥയാണ് വിനയ് തോമസ് തന്റെ രണ്ടാമത്തെ നോവലായ പുറ്റിൽ പ്രമേയമാക്കുന്നത്. ആർക്കാനും വേണ്ടാതെ കിടന്ന പെരുമ്പാടി എന്ന കാട്ടുപ്രദേശത്തേക്ക് അങ്ങ് തെക്കൂന്ന് കുടിയേറി വന്ന ആർക്കും വേണ്ടാതായി പോയ കുറെ മനുഷ്യരെയാണ് പുറ്റ് എന്ന നോവലിൽ കാണാനാകുക. ഒരു എറുമ്പിൻ പുറ്റുപോലെ അവർ കൂടിക്കുഴഞ്ഞ് ഒരു സമൂഹമായി പരിണമിക്കുന്ന ചിത്രമാണ് നോവലിസ്റ്റ് വായനക്കാരന് മുന്നിൽ തുറന്നിടുന്നത്. ഇത് പെരുമ്പാടിയുടെ കഥയായിരിക്കുമ്പോഴും പെരുമ്പാടി എന്ന കൽപ്പിത ദേശത്തെ മറികടന്ന് മനുഷ്യർ പറ്റമായി പാർക്കാൻ തുടങ്ങിയ ഏതൊരു നാടിന്റെയും ഏതൊരു കാലത്തിന്റെയും കൂടി കഥയാണ് വിനയ് തോമസിന്റെ പുറ്റ് എന്ന നോവൽ. പുറ്റിനുള്ളിലാണെങ്കിൽ നിറയെ മനുഷ്യരാണ്. കഥാപാത്രങ്ങളെ പരിശോധിക്കുമ്പോൾ അരിച്ചെടുത്താൽ മറവിയുടെ ഒരീഴത്തോർത്തിലൂടെയും കടന്നു പോകാതെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന കൊച്ചരാഘവൻ, വേലു, ബ്രൗസിലി, ലൂയിസ് കൺട്രാക്ടർ, പ്രസന്നനുമുണ്ട്. അതുപോലെ കുഞ്ഞാണ്ടിയേട്ടനുണ്ട്, ഭവാനി അവിരാച്ച, ഭവിനാവി ദൈവമുണ്ട്, ഭവാനി ദൈവം. അതുപോലെ മൂരി രാവുണ്ണിയെ കാണാൻ സാധിക്കും, ഫാദർ അവിരാച്ചനെ കാണാം, ഫിലോമിന സിസ്റ്ററെ കാണാം, വത്സയെ കാണാം. ഇങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ അല്ലെ, അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന നോവൽ കൂടിയാണ് ഏത് വിനയ് തോമസിന്റെ പുറ്റ് എന്ന നോവൽ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സാഹിത്യം, വൊക്കാബുലറി പാർട്ട്, അതുപോലെ തന്നെ ഗ്രാമർ എന്നിവയെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.